Welcome to Adda 24/7 Malayalam. 100 idioms, previous year question, High Court Assistant exam. ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് മാക്സിമം ഇഡിയംസ് കവർ ചെയ്യാനാണ്. റെഗുലർലി നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് 2019-ലെയും 22-ലെയും എല്ലാം പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഇഡിയംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡിയംസ് നന്നായിട്ട് ചെയ്യാതെ പോവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. സോ ലെറ്റ്സ് start with the idioms, right? ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാം. അഡ്മിറ്റ് കാർഡ് വന്നു, എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, റൈറ്റ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഇഡിയംസ് നോക്കാനുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. കോസ്റ്റ്, നാം ആൻഡ് എ ലെഗ്. എന്താണ് കോസ്റ്റ്, നാം ആൻഡ് എ ലെഗ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? വാട്ട് ഡു വി മീൻ ബൈ ദിസ്? ഇഡിയംസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു സെക്ഷനാണ് ഇഡിയംസ്. അപ്പോൾ പ്ലീസ് പേ അറ്റൻഷൻ, പ്ലീസ് നോട്ട് ഡൗൺ ഇഫ് യു ഡോണ്ട് റിമെമ്പർ എനി ഓഫ് ദീസ്, റൈറ്റ്? ഇതിൽ ഏതെങ്കിലും ഇഡിയം ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ഡൗണും ചെയ്തു പോകുക. കോസ്റ്റ്, നാം ആൻഡ് ലെഗ്, വെരി എക്സ്പെൻസീവ്, റൈറ്റ്? ആ ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് മീ ആൻ ആം ആൻഡ് എ ലെഗ്. ഒരു കൈയും കാലും കൊടുക്കേണ്ടി വരും, അത്രയ്ക്ക് വില കൂടിയ സാധനമാണ്. നെക്സ്റ്റ്, ഡു സംതിങ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. ഡു സംതിങ് അറ്റ് എ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. എന്താണ് ഡു സംതിങ് അറ്റ് എ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്? ഡു സംതിങ് വിത്തൗട്ട് ഹാവിങ് പ്ലാൻഡ് ബിഫോർ. പെട്ടെന്ന് ഇപ്പം ആലോചിച്ചു ഇപ്പോൾ ഒരു കാര്യം ചെയ്തു, അതിനെയാണ് ഡു സംതിങ് വിത്തൗട്ട് പ്ലാൻഡ് ബിഫോർ. ഡു സംതിങ് അറ്റ് എ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡു അൺടു ത്രൂ അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദെം ഡു ഓൺ ടു യു, റൈറ്റ്? എന്ന് വെച്ചാൽ എങ്ങനെയാണോ ബാക്കിയുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ വേണം നമ്മൾ ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഹലോ ഗോവിന്ദ്, വെൽക്കം ടു ദ ക്ലാസ്. സോ എങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ അവരെ ട്രീറ്റ് ചെയ്യുക. ഡു ഓൺ ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദെം ടു ട്രീറ്റ് യു, റൈറ്റ്? അപ്പോൾ ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. മുട്ടക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഭവം പറയാറില്ലേ, ആ ഒരു ടൈപ്പ് കാര്യമാണ്. ദാറ്റ് ബിഫോർ സംതിങ് ഹാപ്പൻസ്, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യണം, ഒരു ജോലിക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാലറി കിട്ടിയിട്ട് അതുകൊണ്ട് പിന്നെ വേറെ കാര്യം ചെയ്യും, അത് ചെയ്യും ഇത് ചെയ്യും. സോ ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച് എന്ന് വെച്ചാൽ ഡോണ്ട് കൗണ്ട് ഓൺ സംതിങ് ഗുഡ് ഹാപ്പനിങ് അൺടിൽ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. നടന്നതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക, അതിന് മുമ്പ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാതിരിക്കുക, റൈറ്റ്? സോ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരുപാട് ഇഡിയംസ് പെട്ടെന്ന് നോക്കിപ്പോകാൻ വേണ്ടിയാണ് ഞാൻ ക്വസ്റ്റ്യൻ അല്ലാതെ സ്ട്രെയിറ്റ് ആൻസർ ഇട്ടത്. അതല്ല നമുക്ക് നമ്മുടെ യൂഷ്വൽ ഫോമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ മാക്സിമം കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ കുറച്ച് സമയത്ത്. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ റീസൺ ടു കംപ്ലെയിൻ അബൌട്ട് സംതിങ് ദാറ്റ് കാൺ ബി ഫിക്സ്ഡ്, റൈറ്റ്? പാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള മീനിങ് ആണ് ഡോണ്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡേ ജോബ്. ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡേ ജോബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ചെയ്യുന്ന കാര്യം അത്രയ്ക്ക് നല്ലതായിട്ട് ചെയ്യുന്നില്ല ഒരാളെങ്കിലാണ് നമ്മൾ പറയുക ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡേ ജോബ്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിൽ വെക്കരുത്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം? എല്ലാ മുട്ടയും കൂടെ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് എന്ത് സംഭവിക്കും? ബാസ്ക്കറ്റ് കയ്യിൽ നിന്ന് പോയാൽ അത്രയും മുട്ടയും പൊട്ടും അല്ലേ? എന്ന് വെച്ചാൽ ഡോണ്ട് ബി ടു റിസ്കി. ഒരുപാട് റിസ്ക് എടുക്കരുത് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്, റൈറ്റ്? എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ക്ലൗഡ്, കാർമേഘം എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മഴ പെയ്യാൻ പോവുകയാണ്, റൈറ്റ്? അങ്ങനെ ഒരു മീനിങ്ങിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലൗഡ് അത്രയ്ക്ക് നല്ല ഒരു സംഭവം അല്ല അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തുണി ഉണക്കാനിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ല. ഫാമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ എപ്പോഴും മഴ പെയ്യുന്നത് നല്ല കാര്യമല്ല. സോ ഓരോ ബാഡ് തിങ്സിനും ചില നല്ല കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ പറയുന്ന വേറൊരു സംഭവമാണ് ദാറ്റ് ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഇൻട്രാക്റ്റീവ് ആക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെയിം മീനിങ് വരുന്ന വേറെ ഇഡിയംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ സെയിം മീനിങ്ങിൽ എന്താ ഇഡിയം വരുന്നത്? ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിൻറ്റർ സീസൺ കഴിഞ്ഞിട്ടാണ്
സ്പ്രിംഗ് സീസൺ വരുന്നത് അല്ലേ? അപ്പോൾ വിൻ്റർ സീസൺ വരികയാണെങ്കിൽ സ്പ്രിംഗ് അധികം വൈകില്ല, സ്പ്രിംഗ് വരും. വിൻ്റർ ഇസ് സിംബോളിക് ഓഫ് inactivity. Spring is symbolic of activity, blooming, flowers. അപ്പോൾ അതേ മീനിങ് ആണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഗെറ്റ് ട്രീറ്റഡ് ദ വേ യു ഹാവ് ട്രീറ്റഡ് അതേഴ്സ്. ഒരു നെഗറ്റീവ് വേയിൽ പറയുന്നതാണ് ദാറ്റ് നമ്മൾ ബാക്കിയുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയല്ലേ നമ്മളെ അവരും ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആരെങ്കിലും നമ്മളോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് നെഗറ്റീവ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ വേറെ ആരുടെങ്കിലും ചെയ്തിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് പറയുക, ഇവൻ ഇങ്ങനെ പെരുമാറി എന്ന് പറയുമ്പോൾ ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. നീ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് ബാക്കിയുള്ളവരെ അങ്ങനെയല്ലേ നിന്നെയും ട്രീറ്റ് ചെയ്യുള്ളൂ അവർ. ഗിവ് സം വൺ ദ കോൾഡ് ഷോൾഡർ. കോൾഡ് ഷോൾഡർ, കോൾഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധിക്കാതിരിക്കുക, റൈറ്റ്? ഇഗ്നോർ സം വൺ, ഗിവ് സം വൺ ദ കോൾഡ് ഷോൾഡർ. Go on a wild goose chase. Go on a wild goose chase. Wild goose-നെ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ പോയിന്റ്ലെസ് ആയിട്ടൊരു കാര്യം ചെയ്യുകയാണ്, റൈറ്റ്? അർത്ഥശൂന്യമായിട്ടൊരു കാര്യം ചെയ്യുകയാണ്. ഡൂയിങ് സംതിങ് പോയിന്റ്ലെസ്, റൈറ്റ്? Next question. Good things come to those who wait. Good things come to those who wait. So if you're preparing for the exam, just wait. The exam will come. Till that moment, wait and do your work. റൈറ്റ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലറായിട്ട് കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഗുഡ് തിങ്സ് വിൽ കം ടു ദോസ് ഹൂ വെയിറ്റ് എന്ന് വെച്ചാൽ ബി പേഷ്യൻറ്റ് എന്നാണ്. ഹി ഹാസ് ബിഗർ ഫിഷ് ടു ഫ്രൈ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ബിഗർ തിങ്സ് ടു ടേക്ക് കെയർ ഓഫ് ദാൻ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് നൗ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയാം ദാറ്റ് വേറൊരു കാര്യത്തിന് പോവുകയാണ്. ആൻഡ് വാട്ട് ഡു വി സേ? ഹി ഹാസ് എ ബിഗർ ഫിഷ് ടു ഫ്രൈ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ കാര്യമുണ്ട് ചെയ്യാനായിട്ട്, അതുകൊണ്ട് പോവുകയാണ് എന്ന് ആണ് അർത്ഥം. അതിന് ഫ്രൈയിങ്ങും ഫിഷിങ്ങുമായിട്ടൊരു ബന്ധവും തീർച്ചയായിട്ടും ഇല്ല. സോ ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പുള്ളി അതിന് പോവുകയാണ് എന്നാണ് ഹി ഹാസ് ബിഗർ ഫിഷ് ടു ഫ്രൈ എന്ന് മീനിങ് വരുന്നത്. ഹി ഈസ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. The son is like the father, right? Chip of the old block. അച്ഛൻ്റെ അതേ സ്വഭാവം മകൻ കാണിക്കുമ്പോൾ പറയുന്നതാണ് chip of the old block. Hit the nail on the head. Get something exactly right. Correct പോയിന്റിൽ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പറയും hit the nail on the head, right? Next, ignorance is bliss. You are better off not knowing. Ignorance is bliss. ആർക്കാണ് ignorance bliss വരുന്നത്? ഇഗ്നോറൻസ് ബ്ലിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കാറില്ലേ നമ്മളെ ആരും അറിയില്ലായിരുന്നെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ ബാലജിത്ത്, നമ്മളെ ആരും അറിയില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ ആർക്കും നമ്മളെ അറിയില്ലെങ്കിൽ അത് ചില സമയത്ത് നല്ലതായിട്ട് വരാറുണ്ട് അല്ലേ? അപ്പോൾ യു ആർ ബെറ്റർ ഓഫ് വെൻ നോബഡി ഈസ് നോയിങ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ടേക്സ് വൺ ടു നോ വൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇറ്റ് ടേക്സ് വൺ ടു നോ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പോലെയുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ? സോ യു ആർ ജസ്റ്റ് ആസ് ബാഡ് ആസ് ഐ ആം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംബഡി ഈസ് വെരി സിമിലർ ടു മീ ഓർ സംബഡി ഈസ് ഹാവിങ് ദ സെയിം പോസിറ്റീവ്സ് ഓർ നെഗറ്റീവ്സ് ആസ് ഐ ആം. അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, ഓ ഇയാൾ ഇത് ചെയ്തതിൻ്റെ കാരണം ഇതാണ്, കാരണം ഞാൻ ഇന്ന സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇഫ് സംബഡി ഈസ് ആസ് ബാഡ് ആസ് ഐ ആം, I get to know that okay, this is because of this reason. It takes one to know one. It's a piece of cake. Okay, I'll hide this. It's a piece of cake. I want you people to give this answer. എല്ലാവർക്കും അറിയാമല്ലോ ഇത്. Can you give me the answer? It's a piece of cake. ഇതിൻ്റെ ആൻസർ പറയാമോ? ഓൺലൈൻ ആരൊക്കെ ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? It's a piece of cake. Someone? It's very easy, right? It's very, very easy. It's a piece of cake and all. It's very easy. It was just a piece of cake, right? Right.
So we have to cover a lot of idioms today because നമ്മുടെ എക്സാം വളരെ വളരെ അടുത്ത് നിൽക്കുകയാണ്. മാത്സ്, സിമ്പിൾ ടാക്സ്, റൈറ്റ് ഗോവിന്ദ്, റൈറ്റ്. സോ ഒരുപാട് എക്സാം ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇച്ചിരി സ്പീഡപ്പ് ആയിട്ടൊരു ക്ലാസ് പോകുന്നത്. സോ ഇഫ് യു വാണ്ട് അവർ ക്ലാസ്സസ് ടു ബി ഇൻ ദ സെയിം ഓൾഡ് ക്വസ്റ്റ്യൻ ഇൻട്രാക്റ്റീവ് വേ, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, അതോ ഇതാണോ നല്ലത്? കാരണം വി ക്യാൻ കവർ മോർ ആക്ച്വലി ബിക്കോസ് എക്സാം ഇത്രയും അടുത്ത് നിൽക്കല്ലേ. അപ്പോൾ കൂടുതൽ സംഭവങ്ങൾ മാക്സിമം നമുക്ക് ഇഡിയംസ് നോക്കി പോകാം എന്നുള്ളൊരിതിലാണ് നമ്മളിങ്ങനെ ഇട്ടത്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ എന്താണ്? പൂച്ചയും പട്ടിയൊക്കെ റെയിൻ ചെയ്യുന്നു എന്നാണോ? അല്ല, ഭയങ്കര ഹെവി ആയിട്ട് റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയും? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്ന് പറയും. റൈറ്റ് പൂർണിമ, വെരി സിമ്പിൾ, റൈറ്റ് ആൻസർ. സോ കിൽ 2 birds with 1 stone. അപ്പോൾ ഈ സംഭവം ക്ലിയർ ആണല്ലോ അല്ലേ? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ പെയ്യുന്നതിനെയാണ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. കിൽ 2 birds with 1 stone, get 2 things done with a single action. 2 കാര്യം, ഒരു വെട്ടൊന്ന് തുണ്ടും 2 പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും ഒരു സ്റ്റോൺ കൊണ്ട് 2 പക്ഷിയെ കൊല്ലുക. ഒരു കാര്യം ചെയ്തതിലൂടെ 2 റിസൾട്ട് കിട്ടുക. റൈറ്റ്, കിൽ 2 birds with 1 stone. ഒറ്റ കാര്യത്തിലൂടെ 2 റിസൾട്ട് കിട്ടുന്നവരെയാണ് kill 2 birds with 1 stone എന്ന് പറയുന്നത്. Let the cat out of the bag. Right, let the cat out of the bag. So the cat was in a bag, you are letting it out means you are letting out a secret, or a secret തുറന്ന് പറയുന്നതിനെയാണ് let the cat out of the bag എന്ന് പറയുന്നത്. Right, so live and learn വേണ്ട, അതും പറയാം. I made a mistake, right? live and learn നമ്മൾ ജീവിച്ചു പഠിക്കുന്നു. live and learn എന്ന് പറഞ്ഞാൽ when you make a mistake you say live and learn when you make a mistake. Look before you leap. Take only calculated risk. വളരെ ആലോചിച്ച് മാത്രം റിസ്ക് എടുക്കുക. റൈറ്റ്, ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. ദാറ്റ് ഈസ് ലുക്ക് ബിഫോർ യു ലീപ്പ്. ഓൺ തിൻ ഐസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഓൺ തിൻ ഐസ് എന്ന് പറഞ്ഞാൽ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വളരെ റിസ്ക് അല്ലെങ്കിൽ വളരെ ഒരു പ്രൊബേഷൻ അല്ലല്ലോ, ഒരു തെറ്റ് ചെയ്യുക. റൈറ്റ്, അല്ലെങ്കിൽ ഒരു തെറ്റ് ആകാൻ സാധ്യതയുള്ള ഒരു കാര്യം ചെയ്യുക. അതിനെയാണ് നമ്മൾ ഓൺ തിൻ ഐസ് എന്ന് പറയുന്നത്. തിൻ ഐസ് അറിയോ? തിൻ ഐസ് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അകത്ത് പോകും. വി ആർ ഗോൺ. റൈറ്റ്, സോ ഓൺ പ്രൊബേഷൻ ഇഫ് യു മേക്ക് അനദർ മിസ്റ്റേക്ക് ദെർ വിൽ ബി ട്രബിൾ. റൈറ്റ്, സോ ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ വി ആർ ഗോൺ. സോ ദാറ്റ് ഈസ് എ വെരി റിസ്കി അഫെയർ. റൈറ്റ്, അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് ഓൺ തിൻ ഐസ് എന്ന് പറയുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി. അത് തന്നെ, ഒരു വെടിക്ക് 2 പക്ഷി. കറക്റ്റ് നിതിൻ. ആ ഒരു സംഭവമാണ് 1 stone, kill 2 birds with 1 stone എന്ന് പറയുന്നത്. once in a blue moon എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? I'll hide it if you have not already seen it. ഓൾറെഡി കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. once in a blue moon എന്താണ്? once in a blue moon നിങ്ങളൊക്കെ കാണാൻ കിട്ടുന്നത് once in a blue moon ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, ഇത്രയും നല്ലൊരു എക്സാം വരുന്നത് once in a blue moon ആണ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്ന once in a blue moon ആണ്. പറഞ്ഞോളൂ, ആൻസർ പോരട്ടെ. ഒരുപാട് കവർ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് 1-2 ക്വസ്റ്റ്യൻ എങ്കിലും ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടാഞ്ഞിട്ടൊരു രസമില്ല. റൈറ്റ് പൂർണിമ, ഗോവിന്ദ്. റൈറ്റ്, ഗോവിന്ദ്, പൂർണിമ, കറക്റ്റ് ആൻസർ. Risna Nawaz, right, good. Okay, once in a blue moon വളരെ റെയർലി വല്ലപ്പോഴാണ് ഒന്ന് കാണാൻ കിട്ടുന്നത് അല്ലേ? once in a blue moon. ഈ ഫ്രേസസ് ഒക്കെ, ഈ ഇഡിയോംസും ഇങ്ങനെയുള്ള പ്രോവർബ്സും ഒക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. റൈറ്റ്, കോളിംഗ് ഇറ്റ് എ ഡേ, once in a blue moon, അതൊക്കെ ഒന്ന് നിതിൻ. റൈറ്റ്, സോ അത് ഒന്ന് ഡെയിലി ലൈഫിലും കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങുക. നമുക്ക് എക്സാംസ് ഒക്കെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും if we are in a habit of using these things. പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതല്ലേ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ് കണ്ടിട്ടില്ലേ? പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഫുൾ ക്വസ്റ്റ്യൻ ഇത് മാത്രമായിരുന്നു. റൈറ്റ്, പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
ഇപ്പം നമ്മളൊരു കേസ് വാദിക്കുകയാണ്, റൈറ്റ്? അപ്പം മറ്റേ സൈഡിൽ നിന്ന് എന്ത് ആർഗ്യുമെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആലോചിക്കുകയാണ്. അയാൾ ഇങ്ങനെ പറയും എന്ന് ആലോചിച്ച് അയാളുടെ കമൻസിന് പറയുന്നതിനെയാണ് എന്നുവെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് അല്ല, നമ്മുടെ ഫ്രണ്ട് തന്നെ നിന്നിട്ട് he or she is playing devil's advocate. So we are thinking about what could be the other side's argument, to argue the opposite just for the sake of argument, right? ആ ആർഗ്യുമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിനെ ആർഗ്യൂ ചെയ്യുന്നതിനെയാണ് to play devil's advocate എന്ന് പറയുന്നത്. Put something on ice. Put that on ice. Put a project on hold. ഐസിൽ വയ്ക്കുന്നതിനാ, ഫ്രീസറിൽ വയ്ക്കുന്നതിനാ, റെഫ്രിജറേറ്റർ ഫ്രീസറിൽ വയ്ക്കുന്നത് കേടാവാതിരിക്കാൻ, പിന്നെ എടുക്കാൻ, അല്ലേ? സോ പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറഞ്ഞാൽ തൽക്കാലം അത് നമുക്ക് ഐസിൽ വയ്ക്കാം. ലെറ്റ്സ് ഫ്രീസ് ദാറ്റ്, വിൽ ഡു ദാറ്റ് ലേറ്റർ, റൈറ്റ്? റെയിൻ ഓൺ സമ്മൺസ് പാരഡ്. റെയിൻ ഓൺ സമ്മൺസ് പാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇപ്പോൾ ഓക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനിലെ രസമില്ല. റെയിൻ ഓൺ സമ്മൺസ് പാരഡ് we will cover, നമ്മൾ മാക്സിമം കവർ ചെയ്യും. പക്ഷേ എങ്കിലും to rain on someone's parade എന്താണ്? ആരെങ്കിലും ഒക്കെ പറയൂ, just guess. Devil's advocate ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, calling it a day ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. rain on someone's parade എന്താണ്? rain on someone's parade നല്ലത് സംഭവിക്കുന്നതാണോ ചീത്തത് സംഭവിക്കുന്നതാണോ എന്തെങ്കിലും? കറക്റ്റ് ആൻസർ പൂർണിമ. യെസ് ഗോവിന്ദ്, റൈറ്റ് ആൻസർ. Right answer. So to rain on someone's parade. വേറെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എവിടെ പോയി നമ്മുടെ പതിവ് പങ്കാളികളൊക്കെ? People don't, miss on the discipline thing, right? കാരണം ഈ ലാസ്റ്റ് മൊമെന്റിൽ ജസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഓൺ യുവർ സെൽഫ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ബി കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ക്ലിയർ ഇറ്റ്. ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ലൂസ് നോട്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഗുഡ്. അറിയാൻ മേലാത്തത് കൊണ്ടോ, പഠിക്കാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടോ, പഠിക്കാത്തത് കൊണ്ടോ അല്ല, ലാസ്റ്റ് മൊമെന്റിൽ ആ ഒരു പേസ് ലൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ചിലർ തോറ്റു പോകാറുണ്ട്, റൈറ്റ്? അപ്പോൾ കീപ് ദ പേസ് അലൈവ്, കീപ് പ്രിപ്പയറിംഗ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആസ് ഐ ഓൾവേസ് സേ, ഐ ബിലീവ് ഇൻ മൈ സ്റ്റുഡൻസ്, സോ പ്ലീസ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്. ഞാൻ ചെയ്യും, ഞാൻ ക്ലിയർ ചെയ്യും എന്ന് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ടെൽ യുവർ സെൽഫ്. ഈസി എക്സാം ആണ്, നിങ്ങളുടെ ബ്രെയിനിൻ്റെ മുമ്പിൽ ഒന്നുമല്ല ഈ എക്സാം, ട്രസ്റ്റ് മീ. വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഓ എക്സാം ടഫ് എന്ന്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക, ഒന്നുമില്ല. പക്ഷേ ഡിസിപ്ലിൻ വേണം. മിച്ചമുള്ള ദിവസം ഇത്രയെങ്കിലും ഞാൻ പഠിക്കും ഡെയിലി എന്നൊരു ഡിസിപ്ലിൻ വേണം, അത്രേ ഉള്ളൂ. അത് വേണം, അത്രേ ഉള്ളൂ. സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ടു സ്പോയിൽ സംതിങ്, റൈറ്റ്? റെയിൻ ഓൺ സമ്മൺസ് പാരഡ്. നല്ല ഒരു സംഭവം സ്പോയിൽ ചെയ്ത് തരുന്നതിനെയാണ് റെയിൻ ഓൺ സമ്മൺസ് പാരഡ് എന്ന് പറയുന്നത്. സേവിങ് ഫോർ എ റെയിനി ഡേ. സേവിങ് ഫോർ എ റെയിനി ഡേ, റൈറ്റ്? നമ്മൾ പൈസ ശേഖരിച്ച് വെക്കുകയാണ് പിന്നീട് ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടി. അതിനാണ് പറയുന്നത് സേവിങ് ഫോർ എ റെയിനി ഡേ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റെയിൻ മീൻസ് റിലയബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്പീഡ്. പെട്ടെന്ന് പോവുക എന്നുള്ളതല്ല. ആമയുടെയും മുയലിൻ്റെയും കഥ അറിയാത്തത് ആരും മലയാളികൾ ആരും കാണില്ല എന്തായാലും, അല്ലേ? അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പെട്ടെന്ന് നോക്കുക, കൂടുതൽ നോക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റി, കണ്ടിന്യൂറ്റി ആണ്, റെഗുലാരിറ്റി ആണ്. ഓക്കെ, സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിൽ ദ ബീൻസ് കണ്ടോ എല്ലാവരും? സ്പിൽ ദ ബീൻസ്, കഞ്ഞിയിൽ വറ്റിടുക, അങ്ങനെയും പറയാം. സ്പിൽ ദ ബീൻസ്. പറഞ്ഞോളൂ, അറിയോ? യെസ്, റൈറ്റ് ആൻസർ. Shamnas, right answer. So spilling the beans is? Yes, Purnima, right answer. Revealing a secret, right? Giving away a secret. That's spilling the beans. Take a rain check. Take a rain check. Postponed a plan. Take it with a grain of salt. Don't take it too seriously. Take it with a pinch of salt.
അത് തന്നെയാണ് കേട്ടോ. ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് നല്ലോണം എക്സാജറേറ്റ് ചെയ്യുന്ന ആളാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി, റൈറ്റ്? ഓക്കെ, യാ, സിമിലർ ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. കറക്റ്റ്, വെരി ഗുഡ്, റൈറ്റ്? സോ സിമിലർ ആയിട്ട് വരുന്ന സംഭവങ്ങളൊന്ന് ലിങ്ക് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ദ ബോൾ ഇസ് ഇൻ യുവർ കോട്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതാണ്, ദ ബോൾ ഇസ് ഇൻ യുവർ കോട്ട് റൈറ്റ് നൗ, റൈറ്റ്? നല്ല ഒരു പൊസിഷൻ, നല്ല ഒരു എക്സാം മുമ്പിൽ നിൽപ്പുണ്ട്. ആൻഡ് നമുക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും ഉണ്ട്, നമുക്ക് സമയമുണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റും. നൗ ദ ബോൾ ഇസ് ഇൻ യുവർ കോട്ട്, റൈറ്റ്? So now you have to take the decision that do you want to make it or break it. So it's your decision, right? The ball is in your court എന്ന് പറയുമ്പോൾ it's your decision എന്നാണ് മീനിങ് വരുന്നത്. It's your decision, right? ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും it's your decision, നീ ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസ് ആണ് the ball is in your court. Next, the best thing since sliced bread. ബ്രെഡ് സ്ലൈസ് ചെയ്ത് ആ ഇൻവെൻഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഏറ്റവും നല്ല കാര്യം ഇതാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ റിയലി ഗുഡ് ഇൻവെൻഷൻ, നോട്ട് റിയർലി, a really good invention, right? So it's a really good invention. The devil is in the details. The devil is in the details എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The devil is in the details. It looks good from a distance. ദൂരെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ്, പക്ഷെ അത് അടുത്ത് വന്ന് എന്താണ് എക്സാക്ട്ലി കാര്യം എന്ന് നോക്കുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ദ ഡെവിൽ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിയ ഒരു സംഭവത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, അടുത്ത് വന്ന് അത് എന്താണെന്ന് കറക്റ്റ് വായിച്ചു നോക്കിയിട്ട് വേണം സംഭവം മനസ്സിലാക്കാൻ. ഇറ്റ് ലുക്സ് ഗുഡ് ഫ്രം എ ഡിസ്റ്റൻസ്, ബട്ട് വെൻ യു ലുക്ക് ക്ലോസർ ദെയർ ആർ പ്രോബ്ലംസ്, റൈറ്റ്? സോ ദ ഡെവിൽ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ്. അടുത്തത്, ദ ഏർലി ബേർഡ് ഗെറ്റ്സ് ദ worm. The early bird gets the worm. The first people who arrive will get the best stuff, right? So opposite of blessing in disguise. Which one? This one? The devil is in the details. Yeah. Yes. Very good. The early bird gets the worm. ആദ്യം വരുന്നവർക്ക് കൂടുതൽ കറക്റ്റ് ആവശ്യമുള്ള സാധനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. The elephant in the room. Do you know this? People? I'll erase this for you. I'll put it as a question. The elephant in the room. Do you know this? ഇത് വളരെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം എന്ന് വിചാരിച്ചത്. ദ എലഫന്റ് ഇൻ ദ റൂം അറിയോ? എലഫന്റ് ഇൻ ദ റൂം പറയാം. ഓക്കെ, റൈറ്റ്. അതാണോ അതിൻ്റെ മീനിങ്? ദ എലഫന്റ് ഇൻ ദ റൂം. എലഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് എന്തിനെയാണ്? What do we mean by that? പറഞ്ഞോളൂ, ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? No idea? Get idea? Problem which is ignored? Okay, right. Okay. Fair enough. Shamnaz, Balajit and Govind. Fair enough. So there is a big thing which everybody knows about. എല്ലാവർക്കും അറിയാം ഒരു വലിയ പ്രോബ്ലം ഉണ്ട്, പക്ഷേ എല്ലാവർക്കും കാണാം. ബിക്കോസ് ഒരു എലിഫന്റ്, ലിറ്ററലി ഒരു എലിഫന്റ് നിൽപ്പുണ്ടെങ്കിൽ അതിനെ ഒരു ആനയെ കാണാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ nobody wants to talk about it, right? So Shamnaz, Balajit, Nitin, Govind, Anuna, Purnima, right answer, right? Very good. So the big issue, the problem people are avoiding, right? Everybody knows there is a problem, but people are avoiding to talk about it. People are not willing to talk about it. People are avoiding that issue. So there is an elephant in the room, right? So nobody is talking about the elephant in the room because everybody knows that there is a problem. ഒരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്, പക്ഷെ എല്ലാവരും അതിനെ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ലുക്ക് അറ്റ് ദ എലിഫന്റ് ഇൻ ദ റൂം. എല്ലാവർക്കും അറിയാവുന്ന ആ പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിച്ചാലോ? The whole 9 yards, everything, all the way, right? Everything, the whole 9 yards. There are other fish in the sea. It's okay to miss this opportunity, others will arise,
right? Sometimes when we miss an opportunity, we should tell ourselves, എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു എക്സാമോ ഇൻ്റർവ്യൂ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് മിസ് ഔട്ട് ആവുകയാണെങ്കിൽ എന്താണ് നമ്മളോട് പറയേണ്ടത്? വലിയ വലിയ പുഴയും വലിയ സമുദ്രങ്ങളും ഒക്കെ അല്ലേ, ഇനിയും ഇഷ്ടം പോലെ മീനുണ്ട് അവിടെ, ഇതല്ലെങ്കിൽ വേറൊരെണ്ണം പിടിച്ചാൽ പോരെ? അപ്പോൾ there are other fish in the sea. There are other fishes in the sea എന്ന് പറഞ്ഞാൽ there are a lot of other opportunities we can chase. Next, there is a method to madness. There is a method to his madness എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? He looks like he is mad, but he is very clever, right? So he looks like he is mad, but he is actually very clever. There is a method to his madness, right? And these things, idioms always come, right? It just comes. എല്ലാ പ്രാവശ്യവും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് ഇഡിയംസ്. അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ്സിൽ മാക്സിമം ഇഡിയംസ് നമുക്ക് കവർ ചെയ്യണം എന്ന് തോന്നിയത്. സോ there is a method to his madness എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാഡ് അല്ല, മാഡാണെന്ന് തോന്നിപ്പിക്കുന്നതാണ്, സത്യത്തിൽ ആൾ ക്ലെവർ ആണ്, right? There is a method to his madness. There is no such thing as a free lunch. There is no such thing as a free lunch എന്ന് പറഞ്ഞാൽ, ചലോ one more question പറഞ്ഞോളൂ. Hypocrite, we can say the other thing na, മറ്റേ madness അല്ലേ? Yes, ഇത് പറഞ്ഞോളൂ. Big fishes to fry, yeah, okay, fine. ഇത് പറഞ്ഞോളൂ. There is no such thing as a free lunch. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് അല്ലേ മൂവീസിലൊക്കെ. There is no such thing as a free lunch. പെട്ടെന്ന് വന്നോട്ടെ ആൻസേഴ്സ്. ഫ്രീ ലഞ്ച് എന്ന് പറയുന്നൊരു സാധനം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. That means nothing is free. ഒന്നും ഫ്രീ അല്ല എന്നാണ് അതിൻ്റെ. ഫ്രീ ലഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഇതായിട്ട് പറയുകയാണ് നമ്മൾ. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ, റൈറ്റ്. Nothing comes free of cost. വെറുതെ ഒന്നും കിട്ടില്ല. കറക്റ്റ് ആൻസർ. പൂർണിമ ഗോവിന്ദ് അശ്വതി, റൈറ്റ് ആൻസർ. വെരി ഗുഡ്. See, idioms are very easy because idioms are interesting, right? സിനിമ കാണുന്ന പോലെ, കഥ വായിക്കുന്ന പോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചെടുക്കാവുന്ന, യെസ് ഷംനാസ്, റൈറ്റ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇഡിയംസ്. ആൻഡ് സോ എൻജോയ് ചെയ്ത് പഠിക്കുക ഇഡിയംസ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പഠിക്കുക, നല്ലത് പോസിറ്റീവ് ആയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കുക, റൈറ്റ്. നെഗറ്റീവ് ആയിട്ടുള്ളത് ഇതല്ലേ എന്ന് ആലോചിച്ച് പഠിക്കുക. പക്ഷേ ഇഡിയംസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ആൻഡ് ഡെഫിനറ്റ്ലി വരുന്ന കാര്യമാണ്. ഇതുവരെ ഇഡിയംസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല. സോ പ്ലീസ് റിവൈസ്. ത്രോ കോഷൻ ടു ദ വിൻഡ്. ത്രോ കോഷൻ ടു ദ വിൻഡ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് റിസ്ക്, റൈറ്റ്. ത്രോ കോഷൻ ടു ദ വിൻഡ്. ഒരു റിസ്കി സിറ്റുവേഷൻ നമ്മൾ സ്വയം ഏറ്റെടുക്കുമ്പോഴാണ് അതിന് ത്രോ കോഷൻ ടു ദ വിൻഡ്, ടു ടേക്ക് റിസ്ക്. നെക്സ്റ്റ്, യു കാൺട്ട് ഹാവ് യുവർ ഓൺ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു. That's too easy, right? So I'm not putting it as a question. You can't have everything. You can't have your own cake and eat it too, right? You can't have your cake and eat it too എന്ന് പറഞ്ഞാൽ എല്ലാം നിനക്ക് വേണമെന്ന് വിചാരിക്കരുത്, എല്ലാം നിനക്ക് ചെയ്യണം അങ്ങനെ വിചാരിക്കരുത്, right? You can't have your cake and eat it too, right? You can't have everything. You can't judge a book by its cover. This is also easy, but I'll just put this as a question. So this is also very easy. പക്ഷേ കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു കാര്യമാണ് അല്ലേ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് നമ്മൾ പറയാറുള്ളതാണ്. ആൻഡ് പേഴ്സണലി എനിക്ക് വളരെ ശരിയായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. യു ഷുഡ് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, റൈറ്റ്. സോ ഇതിൻ്റെ മീനിങ് പറഞ്ഞോളൂ. യു കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പറഞ്ഞോളൂ. പോരട്ടെ ആൻസേഴ്സ്. ഒരു ബുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് അതിൻ്റെ കവർ കണ്ട് ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ? ഒരാൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് അയാളുടെ ലുക്സ് കണ്ട് ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? യു കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ലുക്ക് ഇൻടു ഡീറ്റെയിൽസ്, റൈറ്റ്? പൂർണിമ, ബാലജി, ഷംനാസ്, റൈറ്റ്. You should look into details. Don't underestimate a man or a woman. Don't judge anyone without
proper understanding, right? Don't judge a book by its cover. A book by its cover, right? കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള ഫ്രേസസ് ആണ് എക്സാംസിന് കൂടുതൽ വരുന്നതും. So this person or thing may look bad, but it's good inside, right? So don't judge a book by its cover എന്ന് പറഞ്ഞാൽ എന്തൊരു വസ്തുവാണെങ്കിലും റൈറ്റ്. ഇപ്പോൾ ഇത് ഒരു റിമോട്ട് കൺട്രോൾ എന്തെങ്കിലും ഒരു വസ്തുവാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കുന്നു കാണാൻ എന്നുള്ളതല്ല അതിൻ്റെ സത്യത്തിലെ ഫങ്ഷനാലിറ്റി, അതായിരിക്കില്ല. ഒരു മനുഷ്യൻ കാണാൻ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇനിഷ്യലി നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതായിരിക്കില്ല. ചിലപ്പോൾ വളരെ നല്ല മനുഷ്യനായിരിക്കും അല്ലേ, വളരെ ഹെൽപ്ഫുൾ മനുഷ്യനായിരിക്കാം, വളരെ നല്ലൊരു പുസ്തകമായിരിക്കാം, പക്ഷേ ലിറ്ററൽ മീനിങ് എടുത്താൽ പോലും നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും. വളരെ നല്ലൊരു പുസ്തകമായിരിക്കാം, പക്ഷേ അതിൻ്റെ കവർ പേജ് വളരെ നല്ലതാവണം എന്നില്ല, റൈറ്റ്? സോ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, കറക്റ്റ്. അത് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലിങ്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞാൽ കവർ ചെയ്തതാണെങ്കിലും ബുക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഗ്ലിറ്ററിങ് ഗോൾഡായിട്ട് തോന്നും, പക്ഷെ അത് ഗോൾഡ് ആണോന്ന് നിർബന്ധമില്ല, റൈറ്റ്? അപ്പോൾ മുമ്പിൽ നല്ലത് കാണുമ്പോൾ അത് നല്ലതാണോ എന്നില്ല, ചീത്തതാവാം. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. മുമ്പിൽ ചീത്തതാണെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ നല്ലതായിരിക്കാം. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. വെരി ഗുഡ്, ഗുഡ് ഗോയിങ്. ഐശ്വര്യ, അശ്വതി, our special vlog, Shamnaz, right. Good evening, dear. So, a little learning is a dangerous thing. It is indeed. Satyam. A little learning is a dangerous thing. People who don't understand something fully are dangerous. പകുതി പഠിച്ചിട്ട് പോയാൽ അഭിമന്യു, റൈറ്റ്? ചക്രവ്യൂഹം ഭേദിക്കാൻ, അകത്ത് കടക്കാൻ അറിയായിരുന്നു, പുറത്ത് വരാൻ അറിയില്ലായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് പഠിച്ചാലും പകുതി പഠിക്കരുത്, മുഴുവൻ പഠിക്കുക. സോ a little learning is a dangerous thing എന്ന് പറഞ്ഞാൽ people who don't understand something are very dangerous, right? Next, a snowball effect. What is a snowball effect? This is a good question, right? ഇത് എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ. A snowball effect. No knowledge, right, Ashwati? The other one, right? Snowball effect. എത്ര പേർക്ക് അറിയാം? പറഞ്ഞോളൂ. സ്നോബോൾ എഫക്റ്റ് പോരട്ടെ. എന്താണ് സ്നോബോൾ എഫക്റ്റ്? ആർക്കൊക്കെ അറിയാം? കറക്റ്റ്. ഗുഡ്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ദാറ്റ് കോമൺ. നിങ്ങളും യൂസ് ചെയ്യാറുണ്ട്, ബട്ട് നോട്ട് ദാറ്റ് കോമൺ, റൈറ്റ്? അത്രയും കോമൺ അല്ല, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യെസ് ബെറ്റർ അൺതോട്ട് ദാൻ ദ അതർ വൺ, റൈറ്റ്? മുമ്പത്തെ ശരിയാണ് പൂർണിമ, റൈറ്റ്? ഓക്കെ. സോ സ്നോബോൾ എഫക്ട്. സ്നോബോൾ എന്താ ചെയ്യുക? സ്നോബോൾ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ട് വിടുകയാണെങ്കിൽ അതിങ്ങനെ ഉരുണ്ടിട്ട് സ്നോ മൗണ്ടൻ ഇമാജിൻ ചെയ്യുക. അതിങ്ങനെ ഉരുണ്ട് വരുന്തോറും അതിങ്ങനെ വലുതായി വരും. കൂടുതൽ സ്നോ അതിനകത്ത് അക്യുമുലേറ്റ് ആയി വരും അല്ലേ? സോ ഇവൻറ്റ്സ് ഹാവ് മൊമെൻറ്റം ആൻഡ് ബിൽഡ് അപ്പോൺ ഈച്ച് അതർ. ഒരു കാര്യം വേറൊരു കാര്യത്തിന് ലീഡ് ഓൺ ചെയ്യുന്നു. ആ കാര്യം കാരണം അത് പിന്നെയും വലുതാവുന്നു, റൈറ്റ്? അപ്പോൾ സ്നോബോൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം വേറൊരു കാര്യത്തിലോട്ട് ലീഡ് ചെയ്ത് ആ സംഭവം വലുതായി പോകുന്നതിന് സ്നോബോൾ എഫക്റ്റ് എന്ന് പറയും. സോ സ്നോബോൾ എഫക്റ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. ഒരു കാര്യം ലീഡിങ് ഓൺ ടു അതർ ഓർ മേക്കിംഗ് ഇറ്റ് സെൽഫ് ബിഗ് ഇവൻച്വലി, പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ്, റൈറ്റ്? സോ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ സ്നോബോൾ. സ്നോബോൾസ് ചാൻസ് ഇൻ എ ഹെൽ. എന്താണ് സ്നോബോൾസ് ചാൻസ് ഇൻ എ ഹെൽ? കം ഓൺ പീപ്പിൾ, ഗിവ് മീ ദ ആൻസർ. ദിസ് ഇസ് ഈസി. കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ആയത്. സ്നോബോൾസ്, വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് എ സ്നോബോൾ ഇൻ എ ഹെൽ? ഒരു മഞ്ഞുകൊണ്ട് ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഹെൽ എന്ന് പറയുന്നത് പിക്ചർ. ദർ ഇസ് നത്തിങ് ആസ് ഹെവൻ ആൻഡ് ഹെൽ. വി ക്രിയേറ്റഡ് ഇൻ അവർ ഓൺ എർത്ത്, റൈറ്റ്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് സ്വർഗവും നരകവും. പക്ഷേ ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സ്നോബോൾ സിറ്റുവേഷൻ ഇൻ എ ഹെൽ എന്താണ്? ഹെല്ലിൽ സ്നോബോളിൻ്റെ സിറ്റുവേഷൻ എന്താണ്? അത് തന്നെ കറക്റ്റ് ആൻസർ. അത് തന്നെ എല്ലാവരും പറഞ്ഞോട്ടെ. സിമ്പിൾ. എന്ത് ചാൻസ് ആണുള്ളത്?
ഒരു സ്നോബോളിന് എന്ത് ചാൻസ് ഉണ്ട് ഹെല്ലിൽ? ഹെല്ലെന്ന് പറഞ്ഞാൽ നല്ല ചൂടല്ലേ, സ്നോബോൾ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പല്ലേ. അപ്പോൾ എന്ത് ചാൻസ് ആണ് ഒരു ഐസ് കട്ടയ്ക്ക് ഹെല്ലിലുള്ളത്? As my dear friends are saying, there is no chance, right? So, Govind, Purnima, Ashwati, Nitin, no chance. Absolutely right, my dear. There is no chance, right? A snowballs. So, this snowballs chance in a hell. Oru hell snowball chance poleയാണ്. There is no chance it will happen, right? A stitch in time saves 9. Satyam. A stitch in time saves 9. Fix the problem now because it will get worse later, right? സമയത്ത് ഒരു സ്റ്റിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ 9 എണ്ണം ചെയ്യേണ്ടി വരും, right? Shamnas, that was the right answer for the previous question. So, a stitch in time saves 9 എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് വലിയ പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. Fix the problems now because it will get worse later, right? So, that's a stitch in time saves 9. A storm in a teacup. A storm in a teacup. What do we mean by that? A big fuss about a small problem. A storm in a teacup. Normal? It's actually a teacup. It's actually supposed to be a small thing. But there is a storm inside it. Right? അപ്പോൾ ഒരു കുഞ്ഞു കാര്യത്തിനെ വലിയ പ്രോബ്ലം ആയിട്ട് ആക്കുന്നതിനെയാണ് നമ്മൾ ആ storm in a teacup എന്ന് പറയുന്നത്. Right? So, in between, let me introduce you to the app also, right? നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഇവിടെ സ്റ്റോറിൽ പോയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആണ്. ഫ്രീ മോക്ക്, ഓൾ ഇന്ത്യ മോക്ക് ഇതിന് ആവശ്യമില്ലല്ലോ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന്. നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഒരുപാട് ഫ്രീ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വൊക്കാബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പോയി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇഡിയംസും വൊക്കാബ്സും എല്ലാം സോൾവ് ചെയ്യുക. പിന്നെ in case you want to join the test series or something like that, it's very cheap actually, right? Something like test series matram madiyengil something like 232 and all. And if you want a discount on that, apply the discount coupon as well, right? Mobile apply cheyyunnavaru Y975S coupon apply cheyyuka, and athre ullu ee annacha idinte karyam athre ullu, baaki nammal proceed cheyyum. So ഓൺലൈൻ ലാപ്പിലാണെങ്കിൽ ഈ കൂപ്പൺ അപ്ലൈ ചെയ്യുക, മൊബൈലിലാണെങ്കിൽ Y975S എന്ന കൂപ്പൺ അപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഡിസ്കൗണ്ട് ഓൺ ദിസ് 230 ഓൾസോ. സോ ഇൻ കേസ് യു വോണ്ട് ടു ഫോളോ, യു വോണ്ട് ടു ഡു എ ടെസ്റ്റ് സീരീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് there are test series available for less than 200 rupees after applying the coupon code. Okay, അപ്പോൾ ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് സീരീസ് ചെയ്യുക. അതല്ലെങ്കിൽ ഫ്രീ ടെസ്റ്റ് കാണും, അതിൽ ഫ്രീ വൊക്കാബ് കാണും, ഫ്രീ ക്വസ്റ്റ്യൻസ് കാണും. ഗോ ഡൗൺലോഡ് ദ ആപ്പ്. Do questions, as many questions as possible. Okay, so do questions, prepare well. All right, so a blessing in disguise. എന്താണ് blessing in disguise? Blessing in disguise ആരോ ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറഞ്ഞു. What is blessing in disguise? A good thing that seemed bad at first. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇന്ന് ഇപ്പോൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. Can you comment to me? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഇഡിയം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എന്താ ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നൊരു ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ഇഡിയം പറയാമോ? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെയിം ആയിട്ട് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഡിസ്കസ് ചെയ്തു. സെയിം ആയിട്ട് വരുന്നത് പറഞ്ഞാലും മതി. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, എ ഗുഡ് തിങ് ദാറ്റ് സീംഡ് ബാഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം ചീത്തമാണെന്ന് തോന്നിപ്പിക്കുന്നത് അല്ലെങ്കിൽ തോന്നിയത് പിന്നെ നല്ലതായിരുന്നു. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ മീനിങ് വരുന്ന ഒരു ഇഡിയം പറയാമോ? സെയിം മീനിങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഒരു ഇഡിയം പറയാമോ? യെസ് അശ്വതി, അതൊരു ഏകദേശം സെയിം മീനിങ് വരുന്ന ഒരു ഇഡിയമാണ്. യെസ്, റൈറ്റ്. A blessing in disguise എന്ന് പറഞ്ഞാൽ something which is appearing bad at first but later it turns out to be good, right? So don't judge a book by its cover എന്ന് പറഞ്ഞാലും ഏകദേശം സെയിം മീനിങ് അല്ല, സിമിലർ. സെയിം ഇസ് ഡിഫറെൻറ്റ്, സിമിലർ ഇസ് ഡിഫറെൻറ്റ്. സിമിലർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെ തോന്നിക്കുന്നത് സിമിലർ. സെയിം എന്ന് പറഞ്ഞാൽ സെയിം ടു സെയിം. സെയിം എന്നല്ല പറഞ്ഞത്, സിമിലർ എന്നാണ് പറഞ്ഞത്. പൂർണിമ റൈറ്റ്. പിന്നെ ഓപ്പോസിറ്റ് പറയുമ്പോഴോ? ഓപ്പോസിറ്റ് പറയുമ്പോൾ ഒരുപാടുണ്ട് അല്ലേ. വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. Every cloud has a silver lining, right?
ഇതെല്ലാം പോസിറ്റീവ്സ് ആണ്. റൈറ്റ്? Okay, all right. So, I have something to ask you people right now at this moment, that every cloud has a silver lining. Yes, very good, very good. You people told devil is in the details. Right. അപ്പോൾ ഏകദേശം ഒരേപോലെ മീൻ ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസസ് വരും, ചെറുതായിട്ട് ഓപ്പോസിറ്റ് മീൻ ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസസ് വരും. റൈറ്റ്? അപ്പോൾ അതൊന്ന് ക്ലബ് ചെയ്ത് പഠിക്കുക. ഇപ്പം ഗ്രൂപ്പ് സ്റ്റഡീസ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പരസ്പരം ചോദിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കുക, ഇതിൻ്റെ സെയിം മീനിങ് വേറെ എന്താണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുക. റൈറ്റ്? ഞാൻ ഇന്ന് വായിച്ചില്ലായിരുന്നു, ഇതിൻ്റെ സെയിം ഏകദേശം വരുന്നതല്ലേ ഇത്. റൈറ്റ്? ഇതൊന്നുമല്ല, ഡെയിലി ലൈഫിൽ ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുക. റൈറ്റ്? പണി ചെയ്തിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ സാധാരണ ഞാൻ ക്ലാസ്സിൽ സാധാരണ പറയുന്നതാണ് അല്ലേ, സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു സംഭവം ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു, ഇത് നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുമ്പോൾ ഡെവിൾ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ്. റൈറ്റ്? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സംഭവം ചീത്തമാണെന്ന് പറയുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് ഒരു രസമില്ലാന്ന് തോന്നുന്നു. റൈറ്റ്? അത് അത്രയ്ക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാനായിട്ട്, അല്ലേ? സോ ഇങ്ങനെയുള്ള ഫ്രേസസ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക, ബിക്കോസ് ദെൻ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ലാംഗ്വേജ്. അത് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക്. സോ യെസ്, ദ നെക്സ്റ്റ് തിങ് ഇസ് എ ഡൈം എ ഡസൻ. എ ഡൈം എ ഡസൻ മീൻസ് ഒരു വളരെ കോമൺ ആയിട്ട് ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം. നത്തിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻ ഇറ്റ്. റൈറ്റ്? ഇറ്റ്സ് എ വെരി വെരി ഓർഡിനറി തിങ്. So that's a dime a dozen. So, do you people want me to do all the 100 questions in this video, or I make it into 2 parts? A very quick survey here. Because in the second part, there is already a video on that, all the 50 idioms. Or do you want all the 100 in one go? Because our classes are always student-centric. അപ്പം ഈ ഒരു ഫ്ലോയിൽ നമുക്ക് പോകണോ, അതോ പെട്ടെന്ന് പറ, should we do all this in today's class, or you want it as 2 parts? Today's class, you want it dime a dozen എന്ന് പറഞ്ഞാൽ common, right? Ordinary, 1 video. Okay, 1 video. നമുക്ക് തുടങ്ങാം. അടുത്ത സെക്കൻഡ് സെക്ഷൻ പെട്ടെന്ന് something common, something very ordinary. Beat around the bush. What do we mean by beat around the bush? ഇത് ഇറേസ് ചെയ്യണോ? വേണ്ട. ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 1 വീഡിയോ. ഓക്കെ, പെർഫെക്റ്റ്. അൺകൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ്? അത്രയ്ക്ക് കൺവീനിയൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? സ്ട്രൈറ്റ് ഫോർവേഡ് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ്. സ്ട്രൈറ്റ് ഫോർവേഡ് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിന് we will beat around the bush, right? We will avoid saying what we mean usually because it is uncomfortable. കറക്റ്റ് കാര്യം പറയത്തില്ല, അതിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പറയും. So that is beating around the bush, because straight forward പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ പറയാൻ പറ്റാത്തൊരു കാര്യമോ ആണ്. Right? Exactly. Circumlocution, right? So better late than never. Better late than never. ഒരിക്കലും നടക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് ലേറ്റ് ആയിട്ട് നടക്കുന്നതാണ്. റൈറ്റ്? ലിറ്ററൽ മീനിങ് ആണ്. സോ ബെറ്റർ ടു അറൈവ് ലേറ്റ് ദാൻ നോട്ട് ടു കം അറ്റ് ഓൾ. വരേ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ലേറ്റ് ആയിട്ട് വരുന്നത്. ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഡു യു നോ ദ മീനിങ് പീപ്പിൾ? കെൻ യു പുട്ട് ഇറ്റ് ടു മീ ഇൻ ദ ചാറ്റ് ബോക്സ്? വാട്ട് ഡു യു മീൻ ബൈ ബൈറ്റ് ദ ബുള്ളറ്റ്? ബുള്ളറ്റ് എടുത്ത് കടിക്കുക എന്നാണോ? അല്ലല്ലോ. വാട്ട് ഈസ് ബൈറ്റ് ദ ബുള്ളറ്റ്? പാസ്വേഡ് മറന്നുപോയി, ഫോർഗോട്ട് പാസ്വേഡ് അടിക്കടാ. പാസ്വേഡ് മറന്നുപോയി, ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുക. അല്ലെങ്കിൽ ബൈറ്റ് ദ ബുള്ളറ്റിന്റെ ആൻസർ പോന്നോട്ടെ അതിൻ്റെ ഇടയ്ക്ക്. വളഞ്ഞു മുഖി പിടിക്കുക. യെസ് അശ്വതി, വളഞ്ഞു മുഖി പിടിക്കുന്നത് ഇസ് എ റൈറ്റ് എക്സാമ്പിൾ ഫോർ ബീറ്റിംഗ് ദ ബുഷ്. പറയാം, അങ്ങനെയും പറയാം. ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു നോക്ക്. അല്ല പിന്നെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ താഴെ ലൈവ് ചാറ്റിൽ അല്ലാതെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ ടീമിനോട് പറയാം കേട്ടോ, നോക്കാൻ. എന്താണെങ്കിലും ലോഗിൻ ID പാസ്വേഡ് എന്താണെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഹെൽപ്പിനെ വിളിക്കാം. റൈറ്റ്? ഹെൽപ്പിൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിനകത്ത് വിളിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഐ വിൽ ഫോളോ അപ്പ്. ഓക്കെ, ബൈറ്റിംഗ് ദ ബുള്ളറ്റ്. യെസ്, റൈറ്റ്. ബൈറ്റിംഗ് ദ ബുള്ളറ്റ്. ബുള്ളറ്റിനെ ബൈറ്റ് ചെയ്യുക. എന്താണ് അതിൻ്റെ മീനിങ്? പോന്നോട്ടെ ആൻസേഴ്സ്.
because it is inevitable. It will happen. If we are facing it, nalla karyam. Right? An unpleasant situation aanu, പക്ഷേ inevitable situation aanu. So just bite the bullet and face it. So biting the bullet എന്ന് പറഞ്ഞാൽ, as you people are saying, ആരൊക്കെ തന്നു ആൻസേഴ്സ്? ഗോവിന്ദ്, ഷംനാസ്, ഐശ്വര്യ, ബാലജിത്ത്, പൂർണിമ. Right? So because there is a situation and the situation is inevitable, right? So to get something over with because it is inevitable. Right? There is a situation, the situation is uncomfortable, the situation is not good. നല്ലൊരു സംഭവമല്ല, പക്ഷേ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. It is inevitable. It will happen. അത് നടക്കും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യുക. So just bite the bullet and face the situation, people. Okay, next question. Or next point. Break a leg. Break a leg. Quickly. പെട്ടെന്ന് പറഞ്ഞോളൂ. Break a leg. കണ്ടോ നിങ്ങൾ? Break a leg. Come on, people, break a leg. Don't break a leg, literally. സത്യത്തിൽ ആരും ലെഗ് ബ്രേക്ക് ചെയ്യണ്ട. ഐ മീൻ ഈ സെൻസിൽ, നമ്മുടെ ഇഡിയംസിൻ്റെ സെൻസിൽ ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ yes. Good luck. Break a leg. Call it a day. We are calling it a day. We are stopping the session today. Right? So ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് call it a day, so I'm not repeating it. Calling it a day means stopping the session. Yes, Aishwarya, Shamnas, Ashwati, Balajit, right answer. Cut somebody some slack. Don't be so critical. Right? ഒരുപാട് criticize ചെയ്യാണ് ഒരാളെങ്കിൽ we can say cut some slack. Right? Cutting corners എന്ന് പറഞ്ഞാൽ cut the corners. Cutting corners എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? In a situation we have to save time or money. To save time or money we can cut the corners. Right? Easy does it എന്ന് പറഞ്ഞാൽ slow down. ഒരാൾ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ we can say easy does it. Slow down. Get out of hand. കയ്യിൽ നിന്ന് പോയി. Out of control. Get out of control. Get out of hand. Get something out of your system. Not the computer system. Your system. Do the thing you have been wanting to do so that you can move on. Get that thing out of your system and move on. Right? Get your act together. Work better or leave. Get your act together. I'm not telling you people. Get your act together. Do the work or leave. So, give someone the benefit of doubt. ഒരു ചാൻസ് കൊടുക്കുക. Right? Trust what someone is saying. Benefit of doubt കൊടുക്കുക. ഭയങ്കര കോമൺ യൂസേജ് ആണ്. ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുക, ഒരു ചാൻസ് കൊടുക്കുക. റൈറ്റ്? ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ പിന്നെയും തുടങ്ങുക. റീസ്റ്റാർട്ടിങ് ഇറ്റ്. റൈറ്റ്? സ്റ്റാർട്ട് ഓവർ. ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ യു ആർ സ്റ്റാർട്ടിങ് ഓവർ. നെക്സ്റ്റ്, ഹാങ് ഇൻ ദെയർ. Hang in there. What do you mean by hang in there? Somebody wishes to answer? Hang in there. Is it visible? Hang in there. Please hang in there. Please don't give up. Don't give up. Right? Hang in there. Don't give up. Hit the sack. Hit the sack. What do you mean by hit the sack? You should hit the sack on time. You should hit the sack on time. Okay, എൻ്റെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്. Because my students are all good students. My students study, I know that. നിങ്ങളെല്ലാം പഠിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് എന്താണ്? സമയത്ത് ഉറങ്ങണം, സമയത്ത് ഭക്ഷണം കഴിക്കണം. Because that is all important. Right? That's all very important. So hit the sack, go to sleep. Right? Hit the sack means go to sleep. Right? Very good. It's not rocket science. It's not rocket science. Noranda. Come on, give me this answer. It's not rocket science. It's not rocket science. It's go to bed. Right? Govind, Aishwarya, Balajit. Right. Shamnas. Right. Right. Okay, this one question. It's not rocket science. Very quickly. Come on. This is actually not rocket science. The rocket science alla enna artham.
This is very simple. Yes. This is not rocket science in Arnal. It's not complicated. It's very simple. The rocket science on Allah. No, this is very simple, right? It's let someone off the hook. Don't hold this person responsible. Let someone off the hook. No, Arnal. Yala responsible item nammal parayan paadilla, right? Shamna's right answer. It's like dimming a dozen, right? Purnima, right? Ashwati, right? Govind, right? Govind, Ashwati, Purnima, Shamna's all right answers for the previous question. Off the hook. Responsible item nammal yala parayirudhu, right? Let him off the hook. Make a long story short. Let's make a long story short. We have to study. We'll clear the exam. Long story short. Karnal valiyoru karyam nammal brief aayittu parayana. Simple aayittu, concise aayittu parayana. To tell something briefly, right? Brief aayittu parayunnadana make long story short ennu parayunnathu. Right? ഇതൊക്കെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡെയിലി യൂസ് ചെയ്യുക, നമ്മൾ സ്വയം കോൺഫിഡൻ്റ് ആവും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, ഒപ്പം എക്സാംസും ക്ലിയർ ചെയ്യാം. So, long story short, we are going to clear the exam. Miss the boat. It's too late. Miss the boat. It's too late. No pain, no gain. You have to work for whatever you need. So, without work, we are not gaining anything. Right? So, we will have to work. We will work, we will win. And no pain, no gain means on the ball, doing a good job. You're on the ball. All of you people here, you're on the ball. You're doing a good job. Pull someone's leg. What do you mean by that? It's an interesting one actually. എന്താണ് അതിൻ്റെ അർത്ഥം? പറയൂ. Pull someone's leg. എന്താണ് അതിൻ്റെ അർത്ഥം? Pull someone's leg. ആരെങ്കിലും കാല് പിടിച്ച് വലിക്കുക എന്നാണോ? അല്ലല്ലോ. അറിയായിരിക്കും അല്ലേ പലർക്കും. പറഞ്ഞോളൂ. സിമ്പിൾ ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളതല്ല, പ്രീവിയസ് നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. റിവൈസ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. സോ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. പുൾ someone's leg എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യെസ്, റൈറ്റ് ആൻസർ. ഷംനാസ്, അശ്വതി, പൂർണിമ, all my dearest. Aishwarya, right. Viking, yes. Pull someone's leg എന്ന് പറഞ്ഞാൽ we're just joking. We're just kidding. To joke with someone. അല്ലേ? തമാശ പറയാണ്, കളിയാക്കുന്നത്, തമാശ പറയുന്നതൊക്കെയാണ് to pull someone's leg എന്ന് പറയുന്നത്. Right? Alajit, right answer. Right. Okay. Pull yourself together. Should I raise this? കണ്ടു കാണൂല്ലേ? Pull yourself together means to calm down. Pull yourself together എന്ന് പറഞ്ഞാൽ calm down. ആരെങ്കിലും ആവശ്യമില്ലാതെ ഹൈപ്പർ ആകുകയാണെങ്കിൽ just tell them pull yourself together എന്ന് വെച്ചാൽ മുതിർന്നവരോട് വേണ്ട കേട്ടോ, പിന്നെ പണി കിട്ടിയിട്ട് എന്നെ പറയില്ല. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഹൈപ്പർ ആവുകയാണെങ്കിൽ pull yourself together, calm down. Right? So far so good. That's true. So far so good. ഇതുവരെ നടന്നതെല്ലാം കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള കാര്യം നോക്കിയാൽ മതി. Things are going well so far. ഇതുവരെ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം നന്നായിട്ട് പോകുന്നു. So far so good. Speak of the devil and the devil appears. കേട്ടിട്ടുണ്ടാവുമല്ലോ. Hold your horses. Yeah, similar, right? Speak of the devil എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കുറിച്ച് ഡെവൽ അല്ല കേട്ടോ, അതൊരു ഫ്രേസ് മാത്രമാണ്. നെഗറ്റീവ് കൊണോട്ടേഷൻ ഒന്നും ഇല്ല അതിന്. ഇപ്പോൾ ഒരാൾ നമ്മളോട് അതൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഒരു തമാശയായിട്ട് എടുത്താൽ മതി, അതിന് നെഗറ്റീവ് മീനിങ് ഒന്നും വരുന്നില്ല. നമ്മളെക്കുറിച്ച് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു അല്ലേ, അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ എന്ത് പറയും? സ്പീക്ക് ഓഫ് ദി ഡെവിൾ ആൻഡ് ദ ഡെവിൾ അപ്പിയേഴ്സ്. റൈറ്റ്? ആരെക്കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ദ പേഴ്സൺ ഷോസ് അപ്പ്. So speak of the devil and the devil appears. That's the last straw. This is the last straw. Narna, I am running out of patience. Right? My patience has run out. This is the last straw. Next. The best of both worlds. Satyam kuttikale. This is the best of both worlds. Narna, this is a golden opportunity. Right? The best of both worlds. Narna, this is a brilliant opportunity. Right? So an ideal situation. This is an ideal situation. This is the best of both worlds.
റൈറ്റ്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവം. സോ നെക്സ്റ്റ്, ടൈം ഫ്ലൈസ് വെൻ യു ആർ ഹാവിങ് ഫൺ. നല്ലോണം എൻജോയ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ പോകും. ബോറടിച്ച് കുത്തിയിരിക്കുകയാണെങ്കിൽ സമയം പോകത്തില്ല. സമയത്തെ നമ്മൾ കൊന്നു തീർക്കണം. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്ത് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ സമയത്ത് ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? സോ ദ ടൈം ഫ്ലൈസ് വെൻ യു ആർ ഹാവിങ് ഫൺ. സോ വി ഡോണ്ട് നോട്ടീസ് ടൈം ഇസ് ഗോയിങ് വെൻ യു ആർ ഹാവിങ് ഫൺ. ടു ഗെറ്റ് ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡു യു വോണ്ട് ടു കമന്റ്? ടെൽ മീ. Tell me. To get bent out of shape. What do we mean by that? പോരട്ടെ എൻ്റെ ഡെഡിക്കേറ്റഡ് ടോപ്പേഴ്സ്. ഇവിടെ നിന്നൊരു 10 പേര് എന്തായാലും. I know. I'm seeing the name in the rank list. To get bent out of shape. ഇങ്ങനെ you're bending, right? To get bent. Bend ആയിട്ടിരിക്കുന്നത് എപ്പോഴാ? സന്തോഷമുള്ളപ്പോൾ ബെൻഡ് ആയിട്ടാണോ ഇരിക്കുന്നത് അതോ സ്ട്രൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്? റൈറ്റ് ആൻസേഴ്സ്. ഗോവിന്ദ്, പൂർണിമ. റൈറ്റ്. ആംഗ്രിയും പറയാം നമുക്ക്. ബട്ട് അപ്സെറ്റ്. റൈറ്റ്. അപ്സെറ്റ്, ആംഗ്രി. റൈറ്റ്. അപ്സെറ്റ്. സോ വെൻ വി ആർ അപ്സെറ്റ്, വെൻ വി ആർ സാഡ്, വി ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ്. റൈറ്റ്. കുറേ സംഭവങ്ങൾ ലിറ്ററൽ മീനിങ് ആലോചിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടും. But when you are upset, you get bent out of shape. Right. To make matters worse. Already പ്രശ്നമാണ്, അതിനെ ഇനിയും പ്രശ്നം ഗുരുതരമാക്കുക. ടു മേക്ക് മാറ്റേഴ്സ് വേഴ്സ്. റൈറ്റ്. മേക്കിംഗ് എ പ്രോബ്ലം മോർ വേഴ്സ്. റൈറ്റ്. മോർ വേഴ്സ് പറയണ്ട, വേഴ്സ് സൂപ്പർലേറ്റീവ് വരെ പോവും. അപ്പോൾ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ വെദർ യു ആർ ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്. റൈറ്റ്. അപ്പോൾ അണ്ടർ ദ വെദർ, പനി വരുന്നതിനോ അല്ലെങ്കിൽ വയ്യാതാവുന്നതിനോ ഒക്കെ നമുക്ക് അണ്ടർ ദ വെദർ എന്ന് പറയാം. റൈറ്റ്. ഓക്കെ. നെക്സ്റ്റ്. We'll cross that bridge when we come to it. We will cross that bridge when we come to it. വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ. അതാണ് we will cross that bridge when we come to it. വരട്ടെ, ആ സിറ്റുവേഷൻ വരട്ടെ, വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാം. റൈറ്റ്. സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ് പ്രോബ്ലം റൈറ്റ് നൗ. ഇപ്പോൾ അത് സംസാരിക്കേണ്ട. പ്രോബ്ലം വരട്ടെ, വരുമ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ഇഡിയോ? എന്താണ്? We will cross that bridge when we come to it. Right. Wrap your head around something. What do we mean by that? Wrap your head around something. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് സംതിങ് കോംപ്ലിക്കേറ്റഡ്. റൈറ്റ്. അതിനെയാണ് wrap your head around something എന്ന് പറയുന്നത്. You can say that again. That's true. I agree. എന്ന് പറഞ്ഞാൽ പിന്നെയും പറയല്ല. You can say that again എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? I agree with what you are saying. ഇയാൾ പറയുന്നത് I agree എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം you can say that again. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞോ, പറയുന്നത് ശരിയാ. I also think the same. പറയുന്നത് ശരിയാന്ന് എനിക്കും അത് തന്നെ തോന്നുന്നത്. You can say that again. Your guess is as good as mine. എന്ന് പറഞ്ഞാൽ your guess is as good as mine. Your guess is as good as mine. എനിക്കൊരു പിടിയില്ല. നീ ഗസ് ചെയ്താലും ഞാൻ ഗസ് ചെയ്താലും എല്ലാം കണക്കാണ്. റൈറ്റ്. എനിക്ക് ഈ സാധനത്തിനെ കുറിച്ചൊരു പിടിയില്ല. നോട്ട് പുട്ടിങ് ഇറ്റ് ആസ് എ ക്വസ്റ്റ്യൻ. It's your guess is as good as mine എന്ന് പറഞ്ഞാൽ I have no idea. Right. I have no idea. നീ ഗസ് ചെയ്താലും ഞാൻ ഗസ് ചെയ്താലും എല്ലാം കണക്കാന്നേ. You guess. Right. Because എനിക്കൊരു പിടിയില്ല. I have no idea. Your guess is as good as mine. A bird in the hand is worth 2 in the bush. പലരും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അല്ലേ, മുതിർന്ന ആൾക്കാരൊക്കെ. A bird in hand is worth 2 in the bush. കയ്യിലുള്ള സാധനം ചെറിയ സാധനമോ കുറച്ച് സാധനം ആണെങ്കിലും ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവിടെയോ ഇരിക്കുന്ന കിട്ടാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത്. റൈറ്റ്. സോ യെസ്, റൈറ്റ് ആൻസർ. Punima, Ashwati, you people are so fast, right? Okay, so what you have in your hand is more worthy than what you might have later. പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. A penny for your thoughts. Tell me what you are thinking. Right? Penny for your thoughts. A penny for your thoughts. എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറയാവോ? എന്ന് പറയുന്നതിന് പകരം a penny for your thoughts. A penny for your thoughts means tell me what you are thinking.
A penny saved is a penny. വളരെ സിമിലർ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. penny saved എന്ന് വെച്ചാൽ penny for thoughts അല്ല മുമ്പത്തത്. A bird in hand is worth 2 in bush പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഏകദേശം വരുന്നത്. A penny saved is a penny earned എന്ന് പറയുമ്പോൾ, റൈറ്റ്? ഒരു രൂപ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അത് 1 രൂപ നമ്മൾ സമ്പാദിച്ചതിന് ഈക്വൽ ആണ്. A penny saved is a penny earned, right? So money you save today, you can spend later. അടുത്തത്, a picture is worth 1,000 words. ഒരു പടം എന്ന് പറയുന്നത് 1000 വാക്കുകൾക്ക് സമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ എപ്പോഴും മാക്സിമം പിക്ചേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? ഒരു പിക്ചർ എന്ന് പറയുന്നത് 1000 വാക്കുകളുണ്ട് അതിനകത്ത് എന്നാണ് പറയുന്നത്, റൈറ്റ്? അത് ലിറ്ററൽ മീനിങ് ആണ്. ബെറ്റർ ടു ഷോ ദാൻ ടു ടെൽ. ബെറ്റർ ടു ഷോ ദാൻ ടു ടെൽ, റൈറ്റ്? കാണിച്ചു കൊടുക്കുന്നതാണ് നല്ലത് സംസാരിക്കുന്നതിനേക്കാളും. ഇത് ഏകദേശം സെയിം അല്ല, പക്ഷെ ഏകദേശം വരുന്ന ഒരു സംഭവം കൂടി നമ്മൾ സംസാരിക്കും. വരും അത്. A perfect storm. A perfect storm. The worst possible situation. A perfect storm. ഇതിനേക്കാളും വഷളായൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവാനില്ല. Perfect storm. Next. Action speaks louder than words, right? A picture പറഞ്ഞ ഏകദേശം സമയം പറഞ്ഞില്ലേ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞില്ലേ. Action speaks louder than words. ഏകദേശം, not saying. ഏകദേശം. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ആര് നിങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആര് നിങ്ങളോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക, റൈറ്റ്? ഒരാവശ്യം വരുമ്പോൾ കൂടെ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക, റൈറ്റ്? നമ്മൾ മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും ഏതൊക്കെ കൂട്ടുകാർ കൂടെ കാണുമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ളതനുസരിച്ചല്ല, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, റൈറ്റ്? ബിക്കോസ് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്, മൈ ഫ്രണ്ട്സ്. So action speaks louder than words. Believe what people do and not what they say. All right. Action speaks louder than words. Next. Add insult to injury. Already bad situation ആയിരുന്നു. അതിന്റെ പുറത്തോട്ട് you are adding insult. Add insult to injury to make a bad situation worse. It was a bad situation. You're making it worse. Add insult to injury. Barking up the wrong tree. Barking up the wrong tree. Situation ഇതാണ്. ഇതിൻ്റെ പ്രോബ്ലം ഇവിടെയാണ് അന്വേഷിക്കേണ്ടത്. വേറെ എവിടെയെങ്കിലും പോയി ബാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക എന്നല്ല. വേറെ എവിടെയെങ്കിലും പോയി നമ്മൾ അതിന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ബാർക്കിംഗ് ദ റോങ് ട്രീ എന്ന് പറയും, അല്ലേ? സോ ടു ബി മിസ്റ്റേക്കൻ, ടു ബി ലുക്കിംഗ് ഫോർ സൊല്യൂഷൻസ് ഇൻ ദ റോങ് പ്ലേസ്. തെറ്റായ സ്ഥലത്ത് നമ്മൾ സിറ്റുവേഷൻസ് അന്വേഷിക്കുന്നതിനെയാണ് പറയുന്നത് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ. ഇവിടെ അല്ല ചോദിക്കേണ്ടത്, അത് ചോദിക്കേണ്ട വേറെ സ്ഥലത്താണ്. യു ആർ ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ, റൈറ്റ്? കുറച്ച് ഒഫൻസ് ആകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ഒഫൻസ് ആകാൻ സാധ്യതയുള്ളത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട, ബാക്കി എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. ബാക്കി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഡിയംസ് ഉണ്ടല്ലോ, അതൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക, റൈറ്റ്? സോ ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞാൽ തെറ്റായ സ്ഥലത്താണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് വേറെ എവിടെയെങ്കിലും ആണ് ചെന്ന് പറയേണ്ടത്. ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ. ഇതിനും ചെറിയൊരു നെഗറ്റീവ് രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്പീക്ക് ഓഫ് ദ ഡെവിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെവിൾ വാക്ക് വരുന്നുണ്ട്, പക്ഷെ അത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതല്ല. നമുക്ക് ഫ്രണ്ട്സിന് പരസ്പരം യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്, ഫ്രണ്ട്സിന് യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. പക്ഷെ ഇതൊക്കെ ചെറിയൊരു നെഗറ്റീവ്ലി വരുന്ന ഒരു സംഭവമാണ്. ദാറ്റ് ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരേ തൂവൽ പക്ഷികൾ, അല്ലേ? അതിൻ്റെയൊക്കെ സ്വഭാവം ഒന്നും തന്നെ എന്ന് പറയുന്നത്. പീപ്പിൾ ഹു ആർ അലൈക്ക് ആർ ഓഫൺ ഫ്രണ്ട്സ്, യൂഷ്വലി യൂസ്ഡ് നെഗറ്റീവ്ലി. ഏകദേശം ഒരേ സ്വഭാവം വരുന്ന ഒരു കൂട്ടുകാരായിരിക്കും, റൈറ്റ്? അപ്പം അതിനെന്താ പറയുക? ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ. ദെൻ ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. പറ്റുന്നതിൽ കൂടുതൽ ടാസ്ക് ഏറ്റെടുക്കുന്നു, അതൊരു പ്രൊജക്റ്റ് ആയാലും എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ടേക്ക് ഓൺ എ പ്രൊജക്ട് ദാറ്റ് യു കനോട്ട് ഫിനിഷ്. ചെയ്ത് തീർക്കാൻ പറ്റാത്തത്ര ടാസ്ക് നമ്മൾ ഏറ്റെടുക്കുന്നതിന് എന്ത് പറയും? ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ, റൈറ്റ്? Then break the ice. We're coming to an end. Come on, break the ice. Should I put this as a question? No, you would have seen this by now. Break the ice. And the ice break ചെയ്യാന്നുള്ളതാണോ? No. Break the ice എന്ന് പറഞ്ഞാൽ, breaking the ice എന്ന് പറഞ്ഞാൽ making one can handle, right? So blame wrongly. The other one was blame wrongly. That's right. So break the ice എന്ന് പറഞ്ഞാൽ make the person comfortable. റൈറ്റ്? ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ദ ഇന്റർവ്യൂസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ബ്രേക്ക് ദ ഐസ്, റൈറ്റ്?
let's break the ice. പുതിയതായിട്ട് ആരെങ്കിലും കാണുമ്പോൾ let's break the ice. Let's make each other more comfortable, right? So, yeah. Next question, probably the last one or very close to the last one. By the skin of your teeth. By the skin of your teeth. No, not barely. അത്രയ്ക്ക് ഒന്നും കാണാൻ മാത്രം പോലും ഇല്ല. Is there a skin to your teeth? No, right? So, by the skin of your teeth, no, barely there. Okay, next thing. So, what is this question? Come on, tell me. This is probably the last one, I think. അതുകൊണ്ട് I'm raising it. I want the answers, and this is a simple question. So come on, comparing apple to oranges. What do we mean by that? Comparing apple to oranges. Can we compare apple with oranges? Can we compare apple with oranges, people? But oh, so what do we mean by this? Come on, probably the last question, I think. Comparing apple with oranges എന്ന് വെച്ചാൽ അത് രണ്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ കമ്പയർ ചെയ്യാണോ കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ കമ്പയർ ചെയ്യാണോ? കമ്പാരബിൾ എന്നാണോ അൺകമ്പാരബിൾ എന്നാണോ അർത്ഥം വരുന്നത്? കമ്പയറിങ് ആപ്പിൾ വിത്ത് ഓറഞ്ചസ് പറയാൻ പറ്റിയാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതായിരിക്കും. ദാറ്റ് കമ്പയറിങ് ആപ്പിൾ വിത്ത് ഓറഞ്ചസിന്റെ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. കമ്പാരബിൾ തിങ്സ്, അൺകമ്പാരബിൾ തിങ്സ്, നത്തിങ് ടു ഐ മീൻ അൺനെസസറി, അൺവാണ്ടഡ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻസ് വരുന്നത്. ഷംനാസ് റൈറ്റ് ആൻസർ, റൈറ്റ്. എല്ലാവരും അടുത്തൂടെ പോകുന്നുണ്ട്. ഷഞ്ജൻ രാജ് റൈറ്റ് ആൻസർ. പൂർണിമ റൈറ്റ് ആൻസർ. Very good, people, keep it up. So you can compare an apple with an apple, right? This is red apple, this is sweet apple, this is big apple, this is small apple, right? But these are apples. You can compare an apple with an apple. You can compare an orange with an orange. You cannot compare apple with an orange. ആപ്പിൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഓറഞ്ച് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. രണ്ട് സാധനങ്ങളാണ്. അത് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? നമ്മൾ എല്ലാവർക്കും ഓരോ യുണീക്ക് ക്വാളിറ്റീസ് ഉണ്ട്. യുണീക്ക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനും ജീവിച്ചിരിപ്പില്ല. നമ്മളെല്ലാവരും സ്പെഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാം ഉണ്ട്, റൈറ്റ്? സോ യു ക്യാൻ നെവർ കമ്പയർ ആപ്പിൾ വിത്ത് ഓറഞ്ചസ്. ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ആർ അൺകമ്പാരബിൾ. ചില കാര്യങ്ങളോട്, ചില മനുഷ്യരോട്, ചില സാധനങ്ങളോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഡിഫറെൻറ്റ് വസ്തുക്കളാണ്, അൺകമ്പാരബിൾ ആണ്. സോ കമ്പയറിങ് ടു തിങ്സ് that cannot be compared, right? പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും കമ്പയറിങ് ആപ്പിൾ വിത്ത് ഓറഞ്ചസ് എന്ന് പറയും. And with that we have successfully covered around 100 idioms and phrases and expressions which have a high probability of coming in the examination. So I hope that was a good session, right? Ellarum session enjoy cheyidu ennu njan vishwasikkunnu. So go to the app, do more questions, do the previous year question, go visit your notes. Ellarum notes ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ notes visit ചെയ്യുക, previous year questions brush up ചെയ്തുകൊണ്ടിരിക്കുക, right? Writing skills improve ചെയ്യുക. ആൻഡ് മാത്സ് സോൾവ് ചെയ്യുക, GK സോൾവ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ നല്ലൊരു പൊസിഷനിലായിട്ടുള്ള ഒരു എക്സാമാണ്, റൈറ്റ്? നല്ല പൊസിഷനാണ്, സിമ്പിൾ എക്സാമാണ്. ഒറ്റ ദിവസം ഒരു എക്സാം എഴുതിയാൽ ലൈഫ് സെറ്റാവും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മളൊന്നും അധ്വാനിക്കണ്ടേ? തീർച്ചയായിട്ടും അധ്വാനിക്കണം, റൈറ്റ്? സോ കുറച്ച് ദിവസം, 10 ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താമെങ്കിൽ ആ 10 ദിവസം തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ മാറ്റി വയ്ക്കണം. ഓക്കെ, പ്ലീസ് ബി ഡിസിപ്ലിൻഡ്, because that is the only thing you have to do. Just be disciplined. That is it. And everything will go good, right? So that's all I have to tell my friends. Keep your hard work going, reach positions, and come back to me and tell me that, ma'am, we did it, right? So all the best, people. See you in the next session. And till then, keep following Adda 24/7 Malayalam.